വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം 30 30 ശ്രീശുക ഉവാച. അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാ അതപ്യം തമചക്ഷാണ കന്യ ഇവ യൂഥവം. ശ്രീശുബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് കഥ തുടരുകയാണ്. ആ ഭഗവാൻ പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മറഞ്ഞു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ ഏവം അന്തർഹിതേ ഭഗവതി, ഇപ്രകാരം പെട്ടെന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ വ്രജാംഗന തം അചക്ഷാണ, ഗോകുലത്തിലെ ആ സ്ത്രീകളെല്ലാവരും അദ്ദേഹത്തെ കാണായികയാൽ യൂഥവം കരിഞ്ഞൈവ, തങ്ങളുടെ ആനക്ക് വെച്ച സംഘത്തലവനെ കാണാതായ പിടിയാനുകളെ പോലെ അതപ്യൻ പരിതപിച്ചു. ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈർ മനോരമാലാപ വിഹാര വിഭ്രമൈർ ആക്ഷിപ്തചിത്ത പ്രമദാരമാവതേ താത്താ വിജേഷ്ടാ ജഗൃഹു തദാത്മിക. അവരെല്ലാവരും എങ്ങനെയാണ്? ആക്ഷിപ്തചിത്ത പ്രമദ, ഭഗവാനില് ആ ആക്ഷിപ്തചിത്തകളായിട്ട് അവരുടെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുന്നു. ആ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരാണ് അവർ. പ്രമദ, ആ സ്ത്രീരത്നങ്ങളെ എങ്ങനെ? രമാപതേ ഗത്യ, ലക്ഷ്മീവല്ലഭനായ ഭഗവാന്റെ ആ ഗമനത്താലും അതുമാതിരി അനുരാഗസ്മിത വിഭ്രമ ഈക്ഷിതൈ, പ്രേമവും അനുരാഗവും കലർന്ന ആ മന്ദസ്മിതങ്ങളോടും ചേർന്ന പല മനോഹരമായിട്ടുള്ള നോട്ടങ്ങളാലും മനോരമ ആലാപ വിഹാര വിഭ്രമൈ, മനസ്സിന് ആനന്ദം പകരുന്ന മനോഹരമായിട്ടുള്ള മധുര ഭാഷണങ്ങൾ, പല ലീലകൾ, ശൃംഗാരചേഷ്ടകൾ ഇത്യാദികളാലും ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയുള്ള അവർ എങ്ങനെയാണ്? തദാത്മിക, ഭഗവാനുമായിട്ട് തന്മയത്വം പ്രാപിച്ചവരായിട്ട് താ വിജേഷ്ടാ ജഗൃഹു, ആ ഭഗവാന്റെ ഓരോരോ ചേഷ്ടകളെ അങ്ങനെ സ്വീകരിച്ചു തുടങ്ങി. അത് അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാനും പറയാനും പാടാനൊക്കെ തുടങ്ങിയതാണ്. ഗതസ്മിത പ്രേക്ഷണ ഭാഷണാദിരു പ്രിയാപ്രിയസ്യ പ്രതിരൂഢമൂർത്തയ അസാവഹം ത്വിത്യബലാത്തദാത്മിക നിവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാ. പ്രിയസ്യ, തങ്ങളുടെ നാഥൻ്റെ ഗതിസ്മിത പ്രേക്ഷണ ഭാഷണാദിഷു, ആ നടത്തം, പുഞ്ചിരി, നോട്ടം, സല്ലാപം, ഇവകൊണ്ടെല്ലാം പ്രതിരൂഢമൂർത്തി ലയിച്ച സ്വരൂപമുള്ളവരും കൃഷ്ണവിഹാര വിഭ്രമ, ആ കൃഷ്ണൻ്റേതുപോലുള്ള ലീലാവിലാസങ്ങളോട് കൂടിയവരും തദാത്മീയ, കൃഷ്ണനുമായി തന്മയത്വം പ്രാപിച്ച് അവരങ്ങനെ ഭഗവാനെപ്പറ്റി ചിന്തിച്ച് ഭഗവൻ ഭാവത്തിലായിരിക്കണം അവരെല്ലാവരും. പ്രിയ, കൃഷ്ണന് പ്രിയപ്പെട്ടവരുമായ അബല, ആ ഗോപികമാർ അഹം തു ആസൗ ഇതി നിവേദിഷു, ഓരോരുത്തരും താൻ തന്നെയാണ് കൃഷ്ണൻ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി. അതായത് അവരുടെ ഗോപികമാരുടെ സംഭാഷണത്തിൻ്റെ രീതിയും ആ യാത്രയുടെ രീതിയും എല്ലാം അങ്ങോട്ട് മാറി. എല്ലാവരും ശ്രീകൃഷ്ണനെ വശീകരിക്കപ്പെട്ട് എല്ലാവരും കൃഷ്ണൻ്റെ രീതിയിലാണ് നടത്തവും സംഭാഷണവും നോട്ടവും ഒക്കെ. അങ്ങനെയുള്ള ആ വിരഹത്തിൻ്റെ തീവ്രത കൊണ്ടുണ്ടാകുന്ന ഒരു ഭാവമാണത്. എന്നാൽ അത് മനോവിഭ്രാന്തിയല്ല, കാരണം അതാണ് സത്യം. അതായത് ദശമസ്കന്ധത്തിൽ ആ നിരോധം എന്നുള്ള മഹാപുരാണ ലക്ഷണത്തിൻ്റെ പൂർണ്ണാവസ്ഥ ഇവിടെ ദർശിക്കാന്ന് പറയുന്നത് അവർ. അതായത് ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക, ചിത്തവൃത്തികളെ മുഴുവൻ നിരോധിച്ചതെല്ലാം അങ്ങോട്ട് ലയിക്കുക എന്നുള്ള ഭാവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ദർശിക്കുന്നത് എന്നാണ്. നിരോധോസ്യ അനുചയനം ആത്മനസ്സഹശക്തിഭി എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഭാവമാണ് ഇവിടെ ഗോപികമാർക്ക്. ഗായന്ത്യ ഉച്ചൈരമുമേവ സംഹത വിജിക്കുരുന്മത്തവത് ഉന്മത്തകവൽ വനാൽവനം പപ്രച്ചുരാകാശവദന്തരം ബഹിർ ഭൂതേഷു സന്തം പുരുഷം വനസ്പതി. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് സംഹത,
ഉന്മത്തകവൽ ഒരു ഉന്മാദം ബാധിച്ചവരെ പോലെ ഉച്ചൈ ഗായന്ത്യ ഉറക്കെ പാടിക്കൊണ്ട് അമും ഏവ വനാൽ വനം വിജിക്കൂ. ആ ഭഗവാനെ തന്നെ കാടുകൾ തോറും അങ്ങനെ നടന്ന് അന്വേഷിച്ചു തുടങ്ങി. എങ്ങനെ? ആകാശവൽ ഭൂതേഷു അന്തരം ബഹി സന്തം പുരുഷം. അതായത് ആകാശത്തിനെ പോലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ആ പുരുഷനെ പറ്റി ആ ഭഗവാനെ പറ്റി ഓരോരുത്തരോട് അങ്ങനെ വനസ്പതീൻ പപ്രച്ചു. ആദ്യം വൃക്ഷങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. ദൃഷ്ടോവ കശ്ചിദശ്വത്ഥ പ്ലക്ഷന്യഗ്രോധ നോമന നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈ. ഹേ അശ്വത്ഥ, അല്ലയോ അരയാലേ, ന്യഗ്രോധ പേരാലേ, പ്ലക്ഷ ഇത്തിമരമേ, പ്രേമഹാസാവലോകനൈ നമന ഹൃത്വ. ആ പ്രേമപൂർണമായിട്ടുള്ള മന്ദഹാസം കലർന്നുള്ള നോട്ടങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം മുഴുവൻ അപഹരിച്ച് ഗത പോയിക്കളഞ്ഞ ആ നന്ദസൂനു നന്ദഗോപരുടെ പുത്രൻ ദൃഷ്ടം കച്ചിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ കണ്ണനെ എന്നാണ് അവർ ചോദിക്കുന്നത് ഈ വൃക്ഷങ്ങളോട്. കച്ചിൽ കുരവക അശോക നാഗപുന്നാഗചമ്പക രാമാനുജോ മാനിനീനം ഇതോ ദർപ്പഹരസ്മിത. അല്ലയോ ചെറുങ്ങ് എന്താ കുറിഞ്ഞി കുരവകം എന്ന് പറഞ്ഞതാണ്. പിന്നെ അശോകമേ, നാഗമേ, പുന്നെ, ചമ്പകമേ, മാനിനീനാം ദർപ്പഹരസ്മിത മാനിനിമാരുടെ ഗർഭിനെ നശിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ രാമാനുജ ആ ബലഭദ്രാനുജൻ കച്ചിൽ ഈ വഴി എങ്ങാനും വരികയുണ്ടായോ. കച്ചിൽ തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ സഹത്വാളികുലൈർബിഭ്രൽ ദൃഷ്ടസ്തേരി പ്രിയോച്യുതാ. ഹേ കല്യാണി, മംഗളസ്വരൂപിയായിട്ടുള്ള ഗോവിന്ദചരണപ്രിയേ, ഗോവിന്ദപാദങ്ങളിൽ പ്രിയമുള്ള തുളസി, അളികുലൈ ആ ബിഭ്രൽ നല്ല കരിവണ്ടുകളോടൊപ്പം നിന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്ന തേ അതിപ്രിയ അച്യുത, നിന്റെ ഏറ്റവും പ്രിയനായ കൃഷ്ണൻ കച്ചിൽ ദൃഷ്ട കാണപ്പെട്ടുവോ. അങ്ങനെയാണ് തുളസിമാല അങ്ങനെ ധരിക്കുമ്പോൾ അതിൻ്റെ വാസനകൾ കൊണ്ട് വണ്ടുകളും ഭഗവാന്റെ കൂടെ അങ്ങനെ ഉണ്ടാവും. അത്ര പ്രിയപ്പെട്ടതാണ് തുളസിമാല ഭഗവാനും. അതുമാതിരി വണ്ടുകൾ വന്നാലൊന്നും ഭഗവാന് വിരോധമില്ല, സന്തോഷമാണ്. അങ്ങനെ നിനക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള അച്യുതൻ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാലത്യദർശിവ കശ്ചിൽ മല്ലികേ ജാതിയൂതികേ പ്രീതിംബോ ജനയൻ യാത കരസ്പർശേന മാധവ. ഹേ മാലതി, മല്ലികേ, ജാതി പിച്ചകമേ, യൂതികേ കുരുക്കുത്തിമുല്ലേ, ഈ മാധവൻ ലക്ഷ്മീവല്ലഭനായിട്ടുള്ള മാധവൻ കച്ചിൽ അതിർശി നിങ്ങളാൽ എപ്പോഴെങ്കിലും കാണപ്പെട്ടുവോ. കരസ്പരിശേന പ്രീതിഞ്ജനയൻ യാത, കണ്ണൻ്റെ കരസ്പരിശം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ട് ഈ വഴിക്ക് പോകുകയുണ്ടായോ. ചൂതപ്രിയാള പനസാസന ഗോവിതാരജംബുർക്വ ബിൽവബകുളാമ്രകദംബനീവാ എന്നെ പരാർത്ഥഭവകായമുനോപകൂല ശംസന്തു കൃഷ്ണപദവിം രഹിതാത്മനം നാ. പരാർത്ഥഭവക അതായത് പരോപകാരത്തിന് ജനിച്ച് യമുനോപകുല ഈ യമുനാതീരത്ത് വളരുന്ന ചൂതപ്രിയാള പനസ ആസന കോവിതാര ജംബു അർക്ക ബിൽവ ബകുള ആമ്ര കദംബനീപ ഓരോ വൃക്ഷങ്ങളുടെ പേരാണ്. തേന്മാവ്, മുരൾമരം, പ്ലാവ്, തേങ്ങ, മലയക്കുത്തി, ഞാവല്, എരുക്ക്, കൂവളം, ഇലഞ്ഞി, പുളിമാവ്, കടമ്പ്, വൻകടമ്പ് ഇങ്ങനെയുള്ള മുതലായിട്ടുള്ള വൃക്ഷങ്ങളെ അന്യേ മറ്റേതെങ്കിലും വൃക്ഷങ്ങളുണ്ടോ ആ നിങ്ങളെല്ലാം രഹിതാത്മനാം ശൂന്യചിത്തകളായ ഞങ്ങൾക്ക് കൃഷ്ണപദവിയും കൃഷ്ണൻ്റേതായിട്ടുള്ള മാർഗത്തെ ശംസന്തു പറഞ്ഞു തന്നാൽ നിങ്ങളൊക്കെ ഉയർന്ന ഉയരത്തിൽ എല്ലാവർക്കും ഉപകാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വൃക്ഷങ്ങളല്ലേ നിങ്ങളെല്ലാവരും കണ്ണൻ എവിടെ പോയി എന്നുള്ളത് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. കിന്തേ കൃതം ക്ഷിതിതപോപത കേശവാംഗ്രി സ്പരിസോത്സവോൽപുളകിതാംഗ അംഗരുഹൈർവിഭാസി അപ്യംഗ്രി സംഭവ ഉരുക്രമവിക്രമാദ്വാ ആഹോ വരാഹവപുഷ പരിരംഭണേന. പിന്നീട് ഭൂമിദേവിയോടാണ് ചോദിക്കുന്നത്. ഹേ ക്ഷിതി, ഭൂമിദേവി, തേ ത്വയ ഭവതിയാൽ കിം തപ എന്തൊരു തപസ്സാണ് ചെയ്യപ്പെട്ടത്, കൃതം
കേശവാംഗ്രി സ്പരിശോത്സവ, ആ ഭഗവാന്റെ പാദസ്പരിശത്താൽ ആനന്ദഭരിതയായിരിക്കുന്ന ഭവതി അങ്കരുഹൈ, തൻ്റെ ദേഹത്ത് മുളച്ച പുല്ല് മുതലായവയാൽ ഉൾപ്പുളകിത രോമാഞ്ചം കൊണ്ട് വിഭാസി വിലസുന്നുവല്ലോ. ബധ, ആശ്ചര്യം തന്നെ. അപി അംഗ്രി സംഭവ, ഇത് ആ ഭഗവാന്റെ ശ്രീപാദസ്പർശം ലഭിച്ചത് കൊണ്ടാണോ? വാ, അതോ ഉരുക്രമവിക്രമാൽ പണ്ട് വാമനമൂർത്തി ഒറ്റയടിക്ക് ഭവതിയെ അളന്നതുകൊണ്ടാണോ? ആഹോ, അതോ വരാഹവഭുഷ, ശ്രീ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ ഭവതിയെ പകാട് ആലിംഗനം ചെയ്തത് മൂലമാണോ ഭവതിയുടെ ഈ രോമാഞ്ചം എന്നാണ് ചോദിക്കണത്. അതിൽ അപ്യേണ പത്യുഭഗത പ്രിയേഹഗാത്രൈ തന്വൻദൃശം സഖി സുനിർവൃതിമച്യുതോവ കാന്താംഗസംഗകുച കുങ്കുമരഞ്ജിതായ കുന്ദസ്രജ കുലപതേരിഹവാദിഗന്ധ. ഏ സഖി, ഏണപത്നി, അല്ലയോ ആ പേടമാനെ, കുലപതേ കാന്ത അംഗസംഗ കുച കുങ്കുമരഞ്ജിതായ, ആ ഗോകുലാധിപനായിട്ടുള്ള ആ കണ്ണൻ്റെ ആ പ്രിയമായിട്ടുള്ള ശരീരസമ്പർക്കം നിമിത്തം അവളുടെ ആ സ്ഥലങ്ങളിൽ അളിഞ്ഞ കുങ്കുമം പുരുണ്ട് ചുവപ്പാർന്ന കുന്ദസ്രജ, ഈ മുല്ലമാലയുടെ സുഗന്ധം ഇവിടെയെല്ലാം വാതി വീശുന്നില്ലേ? ദൃശ, നിങ്ങളുടെ കണ്ണുകൾക്ക് ഗാത്രൈ, തൻ്റെ ശരീരാവയവങ്ങളാൽ സുനിർവൃതിം പരമാനന്ദം തന്വൻ പകർന്നുകൊണ്ടിരിക്കുന്ന അച്യുത ശ്രീകൃഷ്ണൻ പ്രിയയാം ഈഹ അഭി ഉപഗത, ഇനി തനിക്ക് പ്രിയപ്പെട്ടവളോട് കൂടിയിട്ട് ഇവിടെ എങ്ങാനും വരികയുണ്ടായോ എന്നാ മാനുകളോട് ചോദിക്കണത്. അതായത് അവർക്ക് ഈ മുല്ലമാലതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ് തങ്ങളെക്കാൾ പ്രിയപ്പെട്ട ഒരുവളുമായിട്ടാണ് ശ്രീകൃഷ്ണൻ ഇവിടുന്ന് പോയിട്ടുള്ളതെന്ന് അത് തോന്നിയിട്ടുണ്ട് ഗോപികമാർക്ക്. വേറെ ആരോ കണ്ണൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതാണ് ഇങ്ങനെ മാനിനോട് ഇങ്ങനെ ചോദിക്കണത്. ബാഹും പ്രിയം സ ഉപധായ ഗൃഹീത പത്മോ രാമാനുജ തുളസി കാളി കുലൈർമദാന്തൈ അന്യീയമാനൈഹ വസ്തരവ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകൈ. ഹേ തരവ, അല്ലയോ വൃക്ഷങ്ങളെ, പ്രിയാംസേ ബാഹും ഉപതായ, തൻ്റെ പ്രിയയുടെ തോളിൽ ഒരു കൈ ചേർത്തുകൊണ്ട് ഗൃഹീത പത്മ, കയ്യിൽ ഒരു താമരപ്പൂവും ധരിച്ച് മദാന്തൈ തുളസി കാളി കുലൈ, മതം മുഴുത്തവയായി തുളസിമാലയിൽ കൂടിയിരിക്കുന്ന വണ്ടുകളുടെ സമൂഹത്താൽ അനുഗമിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന രാമാനുജ, ആ ബലരാമ സഹോദരനായുള്ള കർണൻ ഇഹചരൻ, ഈ വഴിക്ക് നടന്നുകൊണ്ട് പ്രണയാവലോകൈ, തൻ്റെ ആർദ്രങ്ങളായ വീക്ഷണങ്ങളാൽ പ്രണാമം, നിങ്ങളുടെ നമസ്കാരത്തെ അഭിനന്ദിക്കും അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയണം. വൃക്ഷങ്ങളിലെ സന്തോഷം പൂക്കാതെ കഴിക്കുന്ന അശ്വത്ഥാദി വനസ്പതികളാണ് ചോദിക്കുന്നത്. കാരണം അവയുടെ ഫലങ്ങളൊക്കെ നന്നായി ചെറുതാണ്, ഫലഭാരം കൊണ്ട് കുനിയണമെന്നില്ല. അപ്പോൾ ഈ പൂത്ത് കായ്ക്കുന്ന മാവ് മുതലായവയാണ് അവ പഴങ്ങളുടെ ഭാരത്താൽ കുനിയെ നിലം തൊടും. അത് ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെ ആരാധിക്കുന്ന നമസ്കാരമാണ്. അങ്ങനെ അതിനെ തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കും. ഇങ്ങനെ ഓരോ രീതിയിലുള്ള വൃക്ഷങ്ങൾ പല രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ താഴ്ന്നു നിൽക്കുന്ന വൃക്ഷങ്ങളോടാണ് ഈ ചോദിക്കുന്നത്, നിങ്ങളുടെ ആ നമസ്കാരം കണ്ണൻ സ്വീകരിച്ചതാണോ തൻ്റെ നോട്ടം കൊണ്ട്? അതുകൊണ്ടാണോ നിങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ ചോദിക്കുകയാണ്. പൃച്ഛതേ മാ ലതാബാഹുൻ അപ്യാശ്ലിഷ്ടാ വനസ്പതേ നൂനം തൽ കരജസ്പൃഷ്ട വിപ്രത്യുൽപ്പുളകന്യഹോ വനസ്പതേ. വൃക്ഷങ്ങളുടെ ബാഹൂൻ, കൊമ്പുകളാകുന്ന കൈകളെ ആശ്ലിഷ്ടാവി, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവയാണെങ്കിലും കൂടി ഉൾപ്പുളകാനി വിപ്രതി, നിങ്ങളങ്ങനെ രോമാഞ്ചം കൊണ്ടുകൊണ്ടിരിക്കുന്നു. തൽ കരജസ്പൃഷ്ട, ആ കണ്ണൻ്റെ കൈനഖങ്ങളാൽ സ്പർശിക്കപ്പെട്ടവ നൂനം തന്നെയല്ലേ. ഈ ലതാ പൃച്ഛത, ഈ ലതകളോട് ചോദിപ്പിൻ. അഹോ, മഹാഭാഗ്യം തന്നെ. എന്താണ് ആ വൃക്ഷങ്ങളിൽ അങ്ങനെ ഒട്ടിച്ചേർന്ന വള്ളികളങ്ങനെ പോത്തുലഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ അവർക്ക് അതെല്ലാം ആ കൃഷ്ണൻ്റെ കരസ്പരിശം കണ്ട് രോമാഞ്ചം കൊള്ളുകയാണ്, സംശയിക്കുകയാണ്. അവയുടെ മഹാഭാഗ്യത്തിൽ അതിശയിക്കുകയും ചെയ്യണു. കാരണം ഇവിടെ വൃക്ഷങ്ങളെ എങ്ങനെയാ വെച്ചാൽ ഭർത്താക്കന്മാരാണ്, ലതകളെന്ന് പറഞ്ഞാൽ അവരുടെ പത്നിമാരാണ്. അപ്പോൾ ആ വിരഹാവസ്ഥയിൽ മനോവികാരമാണ് അത്. അപ്പോൾ ഈ ദർശനം, ഈ കണ്ണൻ്റെ ദർശനം കാമോദ്ദീപകമാണ്. അതാണ് അവയുടെ ആ ഭാഗ്യാതിരേഖ എന്ന് അതിശയം കൊള്ളുകയാണ് ഈ ഗോപികമാരെ ആ വള്ളികളെ പറ്റിയിട്ട്. ഇത്യുന്മത്തവചോ ഗോപ്യ കൃഷ്ണന്വേഷണകാതര
ലീലാ ഭഗവതസ്താസ്ത ഹ്യനുചക്രുക്തദാത്മിക. ഇങ്ങനെ ഇപ്രകാരം ഉന്മത്തവജോ ഗോപി ഭ്രാന്തികളെ പോലെ ഓരോന്നിങ്ങനെ പൊലമ്പിക്കൊണ്ട് ആ ഗോപിമാരങ്ങനെ നടന്നിട്ട് കൃഷ്ണനെ അന്വേഷിച്ച് വലഞ്ഞവരായിട്ട് തദാത്മിക അദ്ദേഹം തന്നെയാണെന്ന ആത്മഭാവനയോടെ ഭഗവത താ ലീല ഭഗവാന്റെ അതാത് ലീലകളെ അനുചക്രുഹി അനുകരിക്കാൻ തുടങ്ങി ഇത്രേ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അവർക്ക് അങ്ങോട്ട് ഞങ്ങൾ ആ കൃഷ്ണനോടുള്ള ഭാവം കൂടിയിട്ട് തന്മയീ ഭാവം കൂടിയിട്ട് അവരെല്ലാവരും കൃഷ്ണലീലകൾ സ്വയം ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങുകയാണ്. കസ്യാസ്റ്റിൽ പൂതനായന്ത്യ കൃഷ്ണായന്ത്യ വിബൽസ്തനം തോകായിത്വാ രുദത്യന്യ പദാഹൻ ശകടായതിം. അതിൽ ഒരുവൾ കൃഷ്ണായന്തി കൃഷ്ണനെ പോലെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവള് പൂതനായന്ത്യ പൂതനയെ പോലെ നടിക്കുന്ന കസ്യാസ്റ്റിൽ വേറൊരുത്തിയുടെ സ്തനം അവിഭൽ മുല കുടിച്ചു. എന്നിട്ടോ തോകായ പിഞ്ചുകുഞ്ചിനെ പോലെ നടിച്ച് രുദതി അന്യ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു ഗോപിക കണ്ണനാണ് ചെറുതായിട്ട് കരഞ്ഞ് അതുമാതിരി ചെയ്തുകൊണ്ട് ശകടായതിയും കാളവണ്ടിയായിട്ട് നിൽക്കണ ഒരു മറ്റൊരുത്തിയെ അഹൻ കാൽകൊണ്ട് ചവിട്ടി. അതായത് രണ്ടുപേര് പൂതനാമോക്ഷം അഭിനയിക്കുകയാണ്, രണ്ടുപേര് ശകടാസുരവധ അഭിനയിക്കുകയാണ്. പിന്നെയോ ദൈത്യായിത്വാജഹാരാന്യാം ഏകാകൃഷ്ണാത്ഭവാവനം രിംഗയാമാസകാപ്യംഗ്രീ കർഷന്തീ ഘോഷനിസ്വനൈ. വേറൊരുവൾ ദൈത്യായിത്വ അസുരനെ പോലെ നടിച്ച് കൃഷ്ണാർഭഭാവാനം ശ്രീകൃഷ്ണന്റെ ബാല്യഭാവത്തിൽ നടിക്കുന്ന അന്യ മറ്റൊരുവളെ ജഹാര എടുത്തുകൊണ്ടുപോയി തൃണാവർത്തൻ എന്നുള്ള ഭാവത്തിൽ. കാവി വേറൊരുത്തി ഘോഷനിസ്വനൈ കിങ്ങിണികളുടെ കിലുക്കത്തോടെ അംഘ്രീ കാലുകൾ രണ്ടും കരിഷന്തി വലിച്ചരച്ചുകൊണ്ട് രിംഗയാമാസ ഭഗവാന്റെ ബാലലീലയായിട്ടുള്ള ആ മുട്ടുകുത്തി നടക്കലുണ്ടല്ലോ അതിനെ അനുകരിച്ചുകൊണ്ട് അങ്ങനെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. കൃഷ്ണരാമായിതേ ദ്വേതു ഗോപായന്ത്യശ്ച കാശ്ചന വത്സായതിം ഹന്തി ചാന്യാ തത്രൈകാത്തുബകായതിം. ദ്വേതു രണ്ട് ഗോപികളാപ്പളേക്കും കൃഷ്ണരാമന്മാരായിട്ടാണ് മാറി. എന്നിട്ടോ കാശ്ചന വേറെ ചിലർ അവരുടെ കൂടെ പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാരായിട്ടാണ് മാറി. അവരിൽ തത്ര വത്സായതി ഒരു ഗോപിക വത്സാസുരനെ പോലെ അഭിനയിക്കുന്നു. ആ ഒരുത്തിയെ അന്യ കൃഷ്ണനായിട്ട് നടിച്ച ആ മറ്റൊരുത്തി ഹന്തിജ നിഗ്രഹിക്കുന്ന പോലെ ഭാവിച്ചു. അങ്ങനെ വത്സാസുരവധ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് വേറൊരുവള് ബഗായതിയും ബഗാസുരനായി അഭിനയിച്ചിരുന്നവളെയും ഈ കൃഷ്ണൻ കൊല്ലുന്ന ആ കൃഷ്ണനായിട്ടുള്ള ഗോപിക കൊല്ലുന്ന പോലെ അങ്ങനെ ഭാവിച്ചു. ആഹൂയ ദൂരഗായദ്വൽ കൃഷ്ണസ്തമനുർവതിം വേണും കൊണന്തിം ക്രീഡന്തിം അന്യാ ശംസന്തി സദ്ഭിതി. കൃഷ്ണ ദൂരഗായദ്വൽ അതായത് ശ്രീകൃഷ്ണൻ അകലത്ത് മെയ്യുന്ന പശുക്കളെ എങ്ങനെ വിളിക്കുന്നുവോ തദ്വൽ അതേ പ്രകാരം ആഹൂയ വിളിച്ച് തം അനുകുർവതിം അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ഒരു ഗോപിക വേണും ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ക്രീഡന്തിയും അന്യ അങ്ങനെ ക്രീഡിക്കുന്ന അവളെ ഗോപപാലരായി അഭിനയിക്കുന്ന മറ്റു ചിലർ സാധു നന്നാവുണ്ടെന്ന് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് മറ്റു ചില ഗോപികമാര് ഗോപക്കുട്ടികളെ അഭിനയിച്ചുകൊണ്ട് കസ്യാഞ്ചിൽ സ്വഭുജം ന്യസ്യ ചലന്ത്യാവരാനനോ കൃഷ്ണോഹം പശ്യതഗതിം ലളിതം ഇതി തന്മന സ്വഭുജം കസ്യാംചിൽ ന്യസ്യ വേറൊരു ഗോപിക താൻ കൃഷ്ണൻ തന്നെയാണെന്നുള്ള ഭാവത്തിൽ തൻ്റെ ആ ഇടത്തെ കയ്യിനെ വേറൊരുവളുടെ തോളിൽ അങ്ങനെ വെച്ചിട്ട് നടന്നുകൊണ്ട് ചലന്തി നനു അഹം നോക്കൂത ഞാൻ കൃഷ്ണൻ തന്നെയാണ് ലളിതാം എൻ്റെ ഈ മനോഹരമായുള്ള ഗതിയും ഗമനത്തെ നിങ്ങൾ നോക്കിയാലും എന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു. മാഭൈഷ്ടവാദവർഷാഭ്യം തൽത്രാണം വിഹിതം മയാ ഇത്യുക്തേന ഹസ്തേന യതന്ത്യുന്നിതയംബരം. വേറൊരു ഗോപിക വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു കൈകൊണ്ട് തൻ്റെ മേൽവസ്ത്രത്തെ യതന്തി ഉന്നിതത്തെ പ്രയാസത്തോടുകൂടി അങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് എല്ലാവരോടും പറയാൻ തുടങ്ങി. നോക്കൂ, കാറ്റ് മഴ വാദവർഷാഭ്യാം മാ ഭൈഷ്ട ഈ കാറ്റേ മഴ അതൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട. തൽത്രാണം അവയിൽ നിന്നുള്ള സംരക്ഷണം മയാ വിഹിതം ഞാൻ എന്താ ചെയ്യാൻ പോണു എന്നും പറഞ്ഞിട്ടാണ് ഗോവർദ്ധനോദ്ധാനം എന്നുള്ള ലീലയാണ് ഒരു ഗോപിക ചെയ്യുന്നത്. ആരുഹ്യൈകാപദക്രമ്യ ശിരസ്യാവരം നൃപാ ദുഷ്ടാഹേ ഗച്ഛജാതോഹം ഖലാനം നനുദണ്ഡദൃക് തർഷിതേ
വേറൊരു ഗോപിക ഏകാ നനു അഹം അല്ലയോ ഞാൻ ഖലാനാം ദണ്ഡ ഞാൻ ദുഷ്ടന്മാർക്ക് ശിക്ഷ നൽകുന്നവനാണ്, അതിനുവേണ്ടി ജനിച്ചവനാണ് ജാത എന്ന് പറഞ്ഞുകൊണ്ട് ശിരസി മറ്റൊരു വെള്ള തലയിൽ തൻ്റെ കാലങ്ങനെ വെച്ചിട്ട് ആക്രമ്യ അതിലതിനെ കയറി നിന്ന് ആക്രമ്യ ആരുഹ്യ ബലമായി കയറി നിന്ന് അവരാം മറ്റാൾ അവനോട് പറയാണ് ദുഷ്ടാഹേ ദുഷ്ടസർപ്പമേ ഗച്ഛ എന്ന്. അതായത് ആ കാളിയമർദ്ദനാണ് വേറെ ഗോപികയുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കാളിയമർദ്ദനാണ് അഭിനയിച്ചുകൊണ്ട് ഒരു ഗോപിക. തത്രേ ഗോവാച ഹേ ഗോവ ദാവഗ്നിം പശ്യതോൽപണം ചക്ഷുംഷ്യാശ്വവിധധ്വംബോ വിധാസ്യേ ക്ഷേമമഞ്ജസ. ഹേ ഗോപ അല്ലയോ ഗോപന്മാരെ, ഉൽപ്പണം ദാവാഗ്നിം പശ്യത ദാ അത്യുഗ്രമായിട്ടുള്ള കാട്ടുതീനൊക്കെ ഒന്ന് കാണൂ. ആശു ചക്ഷുംഷി അഭിധന്വം, അതായത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ ഉടൻ അടച്ചുകൊള്ളൂ. അഭിധധ്വം വ അഞ്ജസ ക്ഷേമം ഞാൻ ഇതാ നിങ്ങൾക്ക് ഉടൻ തന്നെ സംരക്ഷണം നൽകാം എന്ന് അവരിൽ ഒരുവള് പറഞ്ഞു. അതായത് ഭഗവാന്റെ ആ ദാവാഗ്നിപാനം എന്നുള്ള ആ ലീല അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി വേറൊരു ഗോപിക. ബദ്ധാന്യയാ സജാകാജിൽ തന്വീ തത്ര ഉലൂഖലേ പിതാസുദൃക്പിതായാസ്യം ഭീതി വിഡംബനം. തത്ര അവിടെയുള്ളവരിൽ കാജിൽ തന്നെ വേറൊരു ഗോപിക അന്യയ മറ്റൊരുവളാൽ സ്രജ ഉലൂകലേ ബദ്ധ പൂമാല കൊണ്ട് ആ ഉരലിൽ അങ്ങനെ ബന്ധിക്കപ്പെട്ടവളായിട്ട് അങ്ങനെ ഭയപ്പെട്ടിട്ട് സുദൃക് മനോഹര നേത്രങ്ങളോട് കൂടിയ ആസ്യം പിത മുഖം അങ്ങനെ പൊത്തിയിട്ട് ഭീതി വിഡംബനം ഭേജി അമ്മ അങ്ങനെ ശിക്ഷിക്കാൻ വരുന്ന സമയത്ത് പേടിച്ച് കണ്ണ് പൊത്തിയിട്ട് ഭയന്ന് നിൽക്കുന്ന കണ്ണനെ എൻ്റെ രീതിയിൽ അനുകരിക്കാൻ തുടങ്ങി വേറൊരു ഗോപിക. ഏവം കൃഷ്ണം പൃച്ഛമാന വൃന്ദാവനലതാസ്തരൂൻ വ്യജക്ഷതവനോദ്ദേശേ പദാനി പരമാത്മന. ഇപ്രകാരം ഏവം വൃന്ദാവനലതാ തരൂൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ നിൽക്കുന്ന വള്ളികളോടും വൃക്ഷങ്ങളോടും കൃഷ്ണം പൃച്ഛമാന ഭഗവാനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവര് വനോദ്ദേശി അങ്ങനെ കാട്ടിൽ അങ്ങനെ നടന്നു പോണ സമയത്ത് പരമാത്മന പദാനി വിവക്ഷത കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ഭഗവാന്റെ കാൽപ്പാടുകൾ അങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി ആ മണ്ണിൽ. പദാനി വ്യക്തമേതാനി നന്ദസൂനോർ മഹാത്മന ലക്ഷ്യന്തേഹി ധ്വജാംബോജ വജ്രാങ്കുശയവാദിവേ. ഏതാനി പദാനി ഈ കാലടിപ്പാടുകൾ മഹാത്മന നന്ദസൂനോ വ്യക്തം മഹാത്മാവായിട്ടുള്ള ആ നന്ദസൂനുവിൻ്റെ തന്നെയാണ് തീർച്ച. ഈ കാരണം അതിൽ അടയാളങ്ങളുണ്ട്. ധ്വജ അംബോജ വജ്ര അങ്കുശയവാദിവി കൊടിമരം, അതുമാതിരി താമര, വജ്രം, തോട്ടി, യവം ഇങ്ങനെയുള്ള ചിഹ്നങ്ങളോട് കൂടിയതാണെന്ന് ലക്ഷ്യന്തേ കാണപ്പെടുന്നുണ്ട് അവർക്ക് മനസ്സിലായി. തൈ സ്തൈ പദൈ സ്ഥൽ പദവിം അന്വിച്ഛന്ത്യോഗ്രതോബല വധ്വാപദൈ സുഭൃക്താനി വിലോക്യാസമബ്രുവൻ. അങ്ങനെ തൈ ഇപ്രകാരം ഓരോരോ പദൈ കാലടിപ്പാടുകളാൽ തൽപദവിയും ആ ഭഗവാൻ അധീനെ പോയിട്ടുണ്ട് എന്നുള്ള വഴി കൂടെ അന്വിച്ഛന്ത്യ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അബല ആ അബലകളായിട്ട് സ്ത്രീകൾ അഗ്രത മുൻവശത്ത് ഏതോ ഒരുത്തിയുടെ വധ്വപദൈ കാലടികളോടുകൂടി സുഭൃക്താനി ഇടകലർന്നിട്ടുള്ളവയായി വിലോക്യ കണ്ടിട്ട് ആർത്താസമഭ്രുവൻ. അതിൻ്റെ ഇടയിൽ കൂടി ഭഗവാന്റെ കാലടികളുടെ ഇടയിൽ കൂടെ വേറൊരു സ്ത്രീയുടെ കാലടികളും കൂടി അങ്ങനെ കണ്ടു വ്യക്തമായിട്ട് കാണാണ്ട്. അപ്പോഴേക്കും ഇവർക്ക് അങ്ങോട്ട് ദുഃഖം അങ്ങോട്ട് വർദ്ധിച്ചു. എന്നിട്ട് അവർ അന്യോന്യം പറഞ്ഞു കസ്യാപദാനി ചെയ്താനി യാതായ നന്ദസൂനുന അംസന്യസ്ത പ്രകോഷ്ടായ കരേണോ കരിണായതാ. കണ്ടോ അതാ കരേണോ യഥ ഒരു കൊമ്പനോടത്ത് പോകുന്ന പിടിയാനയുടെ ഇതുപോലെ നന്ദസൂനന അംസന്യസ്ത പ്രകോഷ്ടായ ആ നന്ദഗോപരുടെ പുത്രനോടൊപ്പം അവൻ്റെ തോളിൽ വെച്ച കൈത്തണ്ടയോട് കൂടിയവളായിട്ട് യാതായ പോയിരിക്കുന്ന ഒരുവളുടെ കസ്യാജ ഏതൊരു സ്ത്രീയുടേതായിരിക്കാം ഏതാനി പാദാനി ഈ കാലടിപ്പാടുകൾ ഇവൾ ആരായിരിക്കാം എന്നൊക്കെ എങ്ങനെ ദാവാണ്. അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്നോ വിഹായ ഗോവിന്ദ
പ്രീതോ യാമനയരഹ. ഭഗവാൻ ഈശ്വര ഹരി, ഭഗവാനും സർവേശ്വരനുമായ ശ്രീഹരി അനയാ ഇവളാൽ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. നൂനം തീർച്ച. എന്തെന്നാൽ നവിഹായ നമ്മളെയെല്ലാം ഒഴിവാക്കിയിട്ട് ഗോവിന്ദ ശ്രീകൃഷ്ണൻ പ്രീത സന്തുഷ്ടനായിട്ട് യാതൊരു ഇവളെ മാത്രം അനയൽ രഹസ്യസങ്കേതത്തിലേക്ക് നയിച്ചില്ലേ. അതുകൊണ്ട് ഇവള് നമ്മളെക്കാട്ടിലൊക്കെ പ്രീതി ഭഗവാനിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്നാണ് ഇതിൽ ഈ അനയ ആരാധിത എന്നുള്ള വാക്കിലാണ് രാധാദേവി ഒളിഞ്ഞിരിക്കേണ്ടതാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യാഖ്യാതാക്കളുടെയൊക്കെ അഭിപ്രായം. രാധിര എന്ന ശബ്ദം അത് രാസ് എന്ന വൃദ്ധൗ, അതായത് ധാതുവിൻ്റെ നിഷ്ഠാരൂപമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരാധിത എന്ന് ആരാധിക്കപ്പെട്ടവനായിട്ടുണ്ട്. ഈ ശബ്ദം സ്ത്രീലിംഗത്തിൻ്റെ രൂപങ്ങളായത് കാരണം അനയ എന്നും വരും. ഇതാണ് ഇവളാൽ എന്നർത്ഥം. ഇവളാൽ ഭഗവാനും ഹരിയുമായ ഈശ്വരൻ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇതിൽ ഈ രാധ എന്നുള്ള രാധാദേവി ഇതിലെങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ടതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാലോ ശ്രീധരീയത്തിൽ അപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ ഈ ഭാഗവതത്തിൽ എന്താണ് രാധയെ പറ്റി പരാമർശിക്കാത്തത് എന്നുള്ളതിന് ചില വ്യാഖ്യാതാക്കൾ പറയുന്ന രസമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. അതായത് രാധ എന്ന ശബ്ദം ശ്രീ ശിവബ്രഹ്മർഷിക്ക് ഉച്ചരിക്കാൻ തന്നെ അധികാരമില്ല വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗുരു ഭാവത്തിലാണ് അത്രേ രാധാദേവി. അതുകൊണ്ട് ഗുരുവിൻ്റെ പേര് മാത്രമായിട്ട് പറയാൻ വയ്യ. എന്ന് മാത്രമല്ല രാധ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ആ രാധാദേവിയുടെ വൈഭവം കൊണ്ട് ശ്രീ ശിവബ്രഹ്മർഷി അങ്ങനെ വളരെ കാലത്തേക്ക് അങ്ങോട്ട് സമാധി അവസ്ഥയിലേക്കാണ് ചെന്ന് ചേരുത്തിലെ ബ്രഹ്മാനന്ദ അനുഭവിച്ചുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ രാധയെ പറ്റി ഇവിടെ പരാമർശമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ചിന്തിക്കാൻ വളരെ രസമായിട്ടുള്ളതാണ്. ഇവിടെ ഏതായാലും ഇവിടെ പറഞ്ഞിട്ടില്ല. ധന്യ അഹോ അമി ആള്യോ ഗോവിന്ദാംഗ്രബ്ജരേണവ യാൻ ബ്രഹ്മേശോരമാദേവി ദധുർമൂർജ്ഞകനുത്തയേ തസ്യാ അമൂനിനക്ഷോഭം കുർവന്ത്യുച്ചൈ പദാനിയൽ ഏകാപഹൃത്യ ഗോപീനം രഹോ ഭുങ്ക്തെ അച്യുതാതരം ന ലക്ഷ്യന്തേ പദന്യത്ര തസ്യാ നൂനം തൃണാങ്കുരൈ ഖിദ്യൽ സുജാതാംഗ്രിതലാം ഉന്നിന്യേ പ്രേയസീം പ്രിയാ. ഇങ്ങനെ ആ തങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാന്റെ കാലുകളോടൊപ്പം വേറെ ഒരുവളുടെ ആ പാദങ്ങൾ ചിഹ്നങ്ങൾ കൂടി ദൃശ്യമായതോട് കൂടിയിട്ട് ആശ്ചര്യഭരിതകളായിട്ടുള്ള ഗോപികമാർ പരസ്പരം പറയുകയാണ്, നോക്കൂ സഖിമാരെ, ഈ ബ്രഹ്മാവ്, പരമേശ്വരൻ, അതുമാതിരി ലക്ഷ്മി ദേവി ഇവരെല്ലാവരും തങ്ങളുടെ പാപനിവൃത്തിക്ക് വേണ്ടി യാതൊരു പാദരേണുക്കൾ ശിരസാ ധരിക്കുന്നുവോ ആ പാദരേണുക്കളെ പുണ്യപ്രദങ്ങളാണ്. അത് നോക്കും ശിരസാ ധരിക്കാം. എന്ന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഈ ഭഗവാന്റെ അധരാമൃതം ഈ ഏതൊരുവൾ മാത്രം ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ച് അപഹരിച്ചു കൊണ്ടിരിക്കുന്നുവോ അവളുടെ കാലടികൾ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നു ശരിക്കും. കാരണം ആ ശ്രീകൃഷ്ണൻ്റേത് വേർതിരിച്ചെടുത്ത് ശിരസിൽ അണിയാൻ നമുക്ക് കഴിയില്ല. മറ്റവളുടേത് കൂടി കലർന്നിട്ടാണ് ഇരിക്കണതെന്ന് പറഞ്ഞ് അവളോട് ചെറിയൊരു അസൂയയും കൂടി തോന്നണം. എന്ന് മാത്രമല്ല കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അവളുടെ കാലടികൾ കാണാണ്ടേ നല്ല മൂർച്ചയുള്ള മുനയോട് കൂടിയുള്ള പുല്ലുകളാണ് അവിടെയൊക്കെ വളരണത്. അപ്പോൾ അവളുടെ കാലുകൾ അവ തൊട്ട് ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണൻ അവളുടെ ആവശ്യപ്രകാരം അവളെ തോളിലേറ്റിയിരിക്കുകയാണ്. അതാണ് അവളുടെ കാലടികൾ കാണാത്തത്. എന്ന് മാത്രമല്ല അവള് പ്രേയസി എങ്ങനെയാണ് കൃഷ്ണൻ പ്രിയൻ, ആ ആശയം അവർക്ക് അത് കൂടുതൽ ലക്ഷ്യന്തേ പതന്യത്ര തസ്യാനൂനം തൃണാങ്കുരൈ ഖിദ്യൽ സുജാതാംഗ്രിതലാം ഉന്നിന്യേ പ്രേയസിം പ്രിയ. തനിക്ക് പ്രിയപ്പെട്ടവളാണ് അവള് എന്ന് ഭഗവാനും ബോധമുണ്ട്. ഭഗവാൻ തനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അവൾക്കും ബോധമുണ്ട്. അത്ര നോക്കൂ അവളുടെ ഭാരം കാരണം ആ കണ്ണൻ്റെ കാലടിപ്പാടുകൾ അങ്ങനെ വല്ലാണ്ട് താഴ്ന്നിരിക്കണു ഭൂമിയിൽ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. ഇമന്യധികമഗ്നാനി പദാനി വഹതോവതും ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്തസ്യ കാമിന. നോക്കൂ മഹാത്മാവായുള്ള ശ്രീകൃഷ്ണൻ ആ കാമിനി കാലടികൾ വഹിച്ചത് കാരണം നോക്കൂ വല്ലാണ്ട് താഴ്ന്നിരിക്കേണ്ട അതിൽ കാമിയായിട്ടുള്ള അവളുടെ കാമം കൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവളെ വഹിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണനോടും കുറച്ചൊരസൂയ, ആ കാമിനിയോടും ഒരസൂയ. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഭാവം അപ്പുറത്ത്. അത്ര അവരോപിതാ കാന്ത പുഷ്പഹേതോർമഹാത്മന അത്ര പ്രസൂനാവചയ പ്രിയാർത്ഥേ പ്രേയസാകൃത പ്രപദാക്രമണീയേതേ
പശ്യതാ സകലേ പദേ കേശപ്രസാദനം ത്വത്ര കാമിനാകൃതം താനി ചൂടയതാ കാന്തം ഉപവിഷ്ടമിഹ ധ്രുവം. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വെച്ച് അതാ അവളുടെ ആ കണ്ണൻ അവളുടെ കാമിനിയുടെ വാർമുടിക്കെട്ട് അങ്ങനെ നന്നായി ഒതുക്കി കെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടോ താൻ ശേഖരിച്ചുള്ള പുഷ്പങ്ങൾ ആ മുടിയിൽ അലങ്കരിക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് തീർച്ച തന്നെ എന്നൊക്കെ ഇങ്ങനെ അവർ ഓരോന്നിങ്ങനെ അതായത് അവിടെ പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ അടയാളങ്ങൾ നോക്കിയിട്ട് അവർ പറയുകയാണ്, രേമേതയാച്ച ആത്മരത ആത്മാരാമോപ്യഖണ്ഡിത കാമിനാം ദർശയന്തൈന്യം സ്ത്രീണാം ചൈവ ദുരാത്മതം. ആത്മരത, ആത്മാവിൽ സന്തുഷ്ടനാണ്, അതുമാതിരി ആത്മാരാമനാണ് ആയിട്ടുള്ള ഭഗവാൻ അഖണ്ഡിത ആരാലും വശീകൃതനല്ലെങ്കിൽ പോലും കാമിനാം ദൈന്യം വിഷയലമ്പടന്മാരുടെ ദീനതയെയും സ്ത്രീണാം ദുരാത്മതാം സ്ത്രീകളുടെ ദുഷിച്ച മനോഭാവത്തെയും ദർശയന്നേവ എടുത്തു കാണിപ്പാൻ വേണ്ടി മാത്രം തയാ രേമേ അവളുടെ കൂടെ രമിച്ചു. ഈ ശ്ലോകം യഥാർത്ഥത്തിൽ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞതാണെന്ന് അപൂർവം ഗ്രന്ഥങ്ങളിൽ കാണാം. അതായത് ഭഗവാൻ ആത്മാരാമനാണ്, ഭഗവാൻ അതിലൊന്നും ആഗ്രഹമില്ലെങ്കിൽ കൂടിയിട്ട് ആ അവസ്ഥയ്ക്ക് ചാഞ്ചല്യം വരുത്താൻ ഒരു ശക്തിയും സാധ്യമല്ല. എങ്കിൽ കൂടി ഈ ഒരുത്തിയോടുകൂടി മാത്രമാണ് രമിച്ചത് ഈ വിഷയലംബടന്മാർക്ക് സാധാരണ സ്ത്രീകളിൽ നിന്നുണ്ടാവുന്ന ദീനതയെ കാട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്. അതായത് അനവധി സ്ത്രീകളുള്ളപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരുവളെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക മമത കാണിച്ചു എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അവളുടെ തോളിൽ കൈയിട്ടും കൊണ്ട് അതിനെ കാട്ടുകൂടെ പോയി. എന്നിട്ടോ പൂത്തുലഞ്ഞുള്ള വള്ളിക്കൂട്ടങ്ങൾ ഒക്കെ എന്നെ കണ്ട സമയത്ത് പൂക്കളൊക്കെ പറിച്ച് മാല കെട്ടിയിട്ട് അവളുടെ മുടിയൊക്കെ കോതി അലങ്കരിച്ചു. ഇങ്ങനെ അവളുടെ ആവശ്യാനുസരണം പലതും ചെയ്തു. തനിക്ക് യഥാർത്ഥത്തിൽ ബാഹ്യോപാധികളൊന്നും കൂടാണ്ട് ആത്മാവിൽ മാത്രം സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ ചെയ്തത് ഒരു പെണ്ണിൻ്റെ വലയിൽ പെട്ടാൽ അവളുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്ന് ശ്രീലമ്പടന്മാരെ പഠിപ്പിക്കാനാണ് അത്രേ എന്നൊക്കെ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു. ഇത്യേവം ദർശയന്ത്യസ്ത ചേരുർഗോപ്യോ വിചേതസ യാം ഗോപീമനയൽ കൃഷ്ണോ വിഹായാന്യാസ്ത്രിയോ വനേ സാജമേനേ തദാത്മാനം വരിഷ്ടം സർവയോഷിതം ഹിത്വാ ഗോപീ കാമയാനാ മമാസൗ ഭജതേ പ്രിയാ. ഈ ദർശയന്ത്യ താ ഗോപ്യ, അതായത് ഭഗവാന്റെ പാദചിഹ്നങ്ങൾ ഇങ്ങനെ പരസ്പരം കാട്ടിക്കൊടുത്തുകൊണ്ട് ആ ഗോപികമാര് ഇപ്രകാരം ഇതിയേവം വിജേജസ മനസ്സ് മടുത്തവരായിട്ട് ചേരൂ. അവരങ്ങനെ സഞ്ചരിച്ചു. ആ ഭഗവാന്റെ കാലടികളാണ്ട് ഗോപികളുടെ മറ്റേ ഗോപിയുടെ കാലടിയും കൂടെ കണ്ടിരുന്നു. ഇപ്പോൾ ആ ഭഗവാന്റെ മാത്രം ഇങ്ങനെ ചെന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കൃഷ്ണ അന്യസ്ത്രീയ വനേ വികായ ഭഗവാൻ മറ്റുള്ള സ്ത്രീകളെ കാട്ടിൽ ഉപേക്ഷിച്ച് ഏതൊരു ഗോപിയോട് കൂടിയാണോ പോയത് അപ്പോൾ സാച അവളും ഇങ്ങനെ ആ സമയത്ത് എന്തുണ്ടായി, ആ ഗോപി എന്ത് വിചാരിച്ചു, ഒറ്റയ്ക്ക് പോയിരുന്ന ആ ഗോപി അസൗ ഈ പ്രിയതമൻ കാമയാന എന്നിലുള്ള ആഗ്രഹം കാരണം മറ്റുള്ള ഗോപികളെ കൂടി വെടിഞ്ഞിട്ട് എന്നെയാണ് ആശ്രയിക്കുന്നതെന്ന് സ്വയം വിചാരിച്ചിട്ട് ആത്മാനാം സർവയോഷിതാം വരിഷ്ടം മേനെ താൻ തന്നെയാണ് മറ്റുള്ള ഗോപശ്രീകളിലൊക്കെ വെച്ച് യോഗ്യത ഉള്ളവളാണ്. കണ്ണൻ്റെ ആ പ്രേമം ലഭിക്കാൻ വേണ്ടിയിട്ടും കണ്ണൻ്റെ എന്താണ് തന്നെ കൂടുതൽ പ്രേമിക്കാനും കാരണം താൻ ഇവരൊക്കെ ശ്രേഷ്ഠയാണെന്നുള്ള ഭാവം, ഒരു അഭിമാനം ആ ഗോപിക്കും വരാൻ തുടങ്ങി. തതോ ഗത്വാവനോദ്ദേശം ദൃപ്താ കേശമം അബ്രവീൽ ന പാരയേഹം ചലിതും നയമം എത്ര തേ മനാ. ഇങ്ങനെ ഈ കാരണം കൊണ്ട് തൃപ്ത അഹങ്കാരം കൂടിയിട്ടുള്ള അവളാണ് കാട്ടിൽ നിന്നൊരു സ്ഥലത്തേക്ക് അവൾ കാട്ടിലെത്തിയ സമയത്ത് നോക്കൂതാ കണ്ണാ എനിക്കിനി ഒരടി നടക്കാൻ വയ്യ, അഹം ചലിതും ന പാരയേ. എവിടേക്ക് പോകാനാണോ തേമന അങ്ങ് എവിടേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന അവിടേക്ക് മാം നയ അവിടേക്ക് എന്നെ എടുത്തുകൊണ്ട് പോകണം എന്ന് കേശവം അബ്രവീൽ ഭഗവാനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ എടുത്തു നടന്നത് കേട്ടോ. ഏവമുക്ത പ്രിയാമാഹ സ്കന്ദ ആരുഹ്യതാമിതി തതശ്ചാന്തർദ്ധതേ കൃഷ്ണ സാവധൂരന്വതപ്യതാ. ഇങ്ങനെ പറയപ്പെട്ട സമയത്ത് ഭഗവാൻ സ്കന്ദ ശരി എന്നാ എൻ്റെ ചോളിൽ കയറിക്കോളൂ എന്ന് അവളോട് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങോട്ട് നിന്ന് പ്രിയാം ആഹ തത അവൾ കയറാൻ പുറപ്പെട്ടപ്പോഴേക്കും
ഭഗവാൻ കൃഷ്ണ അന്തർധരേ സാ ആ അന്നു തപ്പിയത് അവളങ്ങോട്ട് കരയാനും തുടങ്ങി. പെട്ടെന്ന് അവളുടെ മുമ്പിൽ നിന്ന് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു. ഈ അഹങ്കാരം എപ്പോൾ അവൾക്ക് വർദ്ധിച്ചുവോ ഭഗവാൻ അവളുടെ മുമ്പിൽ നിന്നും അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അവളെ കൃഷ്ണനെ കാത്ത് കരയുന്ന ആ ഗോപികയാണ് ഇവർ അന്വേഷിച്ച് അവിടെ കണ്ടെത്തിയത്. ആ കണ്ടെത്തി അവർക്ക് അസൂയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതായാലും അവളുടെ കഥ പറഞ്ഞപ്പോഴേക്കും അവർക്ക് വലിയ വിഷമാവുകയും ചെയ്തു. പിന്നെ എന്താണ്, ആ നാഥ രമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. ഇവര് ഇങ്ങനെ അന്വേഷിച്ച് പോണ സമയത്ത് ഇവളെ കിടന്ന് കരയണമെന്നാണ് കണ്ടത്. ഇവളെങ്ങനെ എന്താ കരയണത്? ആ നാഥ രമണ ശ്രേഷ്ഠ, അയ്യോ പ്രാണനാഥ, എന്നെ രമിപ്പിക്കുന്നവനെ, പ്രിയപ്പെട്ടവനെ, മഹാഭുജ മഹാബാഹോ, ക്വാസി അങ്ങ് എവിടെയാണ് പോയത്? ഇഷ്ടതോഴനായിട്ടുള്ള ഭഗവാനെ, തേ ദാസ്യ അങ്ങയുടെ ദാസിയും കൃപണായ ദീനയും ദയാർഹിയായിട്ടുള്ള എനിക്ക് അടിയന് സന്നിധിം ദർശയ, അങ്ങയുടെ ആ ദർശനം, രൂപത്തിൻ്റെ ദർശനം കാണിച്ചു തരടേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപികയാണ്. ആ അന്വിച്ഛന്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരത ദദൃശു പ്രിയവിശ്ലേഷമോഹിതം ദുഃഖിതം സഖിം. അങ്ങനെ ഭഗവാന്റെ ആ പാദങ്ങളുടെ കൂടെ വെള്ളിയും പാതുക കണ്ടുകൊണ്ട് തിരഞ്ഞുകൊണ്ട് അവളെ പറ്റി ആക്ഷേപം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വലിയ അസൂയോടുകൂടി ആ ഗോപികമാരിവിടെ വന്നെത്തിയപ്പോൾ കണ്ടത് എന്താണ്? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ വിഷമിച്ച് നിൽക്കുന്ന ആ ഗോപികയാണ്, തങ്ങളുടെ ചങ്ങാതി കൂടത്തിലുള്ള ഗോപികയാണ് അവിടെ കണ്ടത്. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവൽ അവമാനം ച ദൗരാത്മ്യാൽ വിസ്മയം പരമം യയൂ. അവളുടെ കഥയൊക്കെ കേട്ടു. അതായത് ആദ്യം ഭഗവാൻ തന്നെ വളരെയധികം ആദരവോട് കൂടിയിട്ട് തന്നെ മാത്രം കൊണ്ടുപോയി. എന്നാലോ ഇപ്പോൾ ആ സ്വന്തം അഹങ്കാരം കാരണം ഇപ്പോൾ ഭഗവാൻ തന്നെ അവമാനിച്ചിട്ട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ അവർക്ക് എല്ലാവരും അമ്പരന്ന് പോയി എന്ന് പറയുകയാണ്. എന്നിട്ടോ അപ്പോൾ എല്ലാവരും ഒരേ ഭാഗത്തുള്ള ആൾക്കാരായി. അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഭഗവാൻ പോയി. തതോ വിശൻ വനം ചന്ദ്ര ജ്യോത്സ്നായാവൽ വിഭവ്യതേ തമപ്രവിഷ്ടമാലക്ഷ്യ തതോ നിവൃതു സ്ത്രീയാ. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് നിലാവിലുള്ള സ്ഥലങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് ഒക്കെ കണ്ണിനൊക്കെ തിരിഞ്ഞ അവസാനം അവിടെയൊക്കെ കൂരിട്ടാണ് സമയത്ത് തിരിച്ച് അങ്ങോട്ട് യമുനാ നദിയിലേക്ക് തന്നെയാണ് മടങ്ങുകയാണ്. തന്മനസ്താ തഥാലാപ തദ്വിജേഷ്ടാ തദാത്മിക തദ്ഗുണാനേവ ഗായന്ത്യോ ആത്മാകാരാണി സസ്മരൂ. അവർക്ക് വേറൊന്നും ചിന്തയില്ലാണ്ട് എല്ലാവർക്കും ആ ഭഗവാനിലെ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാനെ പറ്റി മാത്രം സംസാരിച്ച് ഭഗവാന്റെ ചേഷ്ടകളെ മാത്രം അനുകരിച്ച് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ മാത്രം ഗാനം ചെയ്ത് അവരെല്ലാവരും തങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വഗൃഹാദികളെ പോലും ചിന്തിക്കാണ്ട് അവരങ്ങനെ കൃഷ്ണനെ കണ്ടുമുട്ടാണ്ട് എന്ത് ചെയ്തു? പുളിനമാഗത്യ കാളിന്ത്യാ കൃഷ്ണഭാവന സമവേദാ ജഗുകൃഷ്ണം തത് ആഗമന കാക്ഷിത. ആ യമുനാനദിനെ മണൽത്തിട്ടിലേക്കാണ് മടങ്ങി വന്ന് അവരെല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ട് ആ ഭഗവാന്റെ മടങ്ങി വരവും കാത്തുകൊണ്ട് ആ ഭഗവാനെ പറ്റിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഗാനം അങ്ങോട്ട് ആരംഭിച്ചു. അതാണ് ഗോപികാഗീതം അടുത്ത അധ്യായത്തിൽ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ ത്രിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.